ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് നമുക്ക് കസ്റ്റർഡ് പൗഡറോ കോൺഫ്ലവറോ മുട്ടയോ അരിപ്പൊടിയോ ഒന്നും തന്നെ വേണ്ട. എങ്കിലും നമ്മുടെ വീട്ടിലുള്ള ഗോതമ്പ് നുറുക്കും പാലും കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് സാലഡോ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫലൂഡ എന്ന് തന്നെ പറയാം. അപ്പോൾ ഇനി നമ്മുടെ വീട്ടിൽ കസ്റ്റർഡ് പൗഡർ ഒന്നും ഇല്ലെങ്കിൽ ഈ ഒരു രീതിയിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വരും നമുക്ക് വേഗം എങ്ങനെയാണ് റെസിപ്പി ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കാനായിട്ട് നമുക്ക് റേഷൻ നിന്ന് കിട്ടി ഗോതമ്പ് നുറുക്കാട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഗോതമ്പ് നുറുക്ക് നമ്മൾ 1/2 കപ്പേ എടുക്കുന്നുള്ളൂ. ഈ ഒരു അളവിൽ തയ്യാറാക്കുമ്പോൾ എന്തായാലും ഒരു 4-5 പേർക്ക് ഉറപ്പായിട്ട് കഴിക്കാൻ പറ്റും. ഇനി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മെഷറിംഗ് കപ്പ് തന്നെ എടുക്കണം എന്നില്ല. സാധാരണ നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ ഗ്ലാസ് ഉണ്ടല്ലോ, അതായാലും എടുത്താൽ മതിയാവും. ഉദ്ദേശം ഒന്നേ ഉള്ളൂ, അളവുകളൊക്കെ കറക്റ്റായിട്ട് ഏത് ഗ്ലാസ്സിലാണ് എടുത്തിട്ട് അതിൽ തന്നെ ഒരുപോലെ എടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഈ ഗോതമ്പ് നുറുക്കൊന്ന് കഴുകി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇനി ഈ കഴുകിയെടുത്തിരിക്കുന്ന ഗോതമ്പ് നുറുക്കിലേക്ക് നമുക്ക് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതായത് ഈ ഗോതമ്പ് നുറുക്കൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഏകദേശം ഒരു 1-1.5 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അല്പസമയം ഒന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടണം, എന്നാലേ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 10 മുതൽ 15 മിനിറ്റ് അടച്ചു വെക്കുന്നുണ്ട്. ഇനി ഈ 15 മിനിറ്റ് ഉള്ളത് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതെല്ലാം ഉപയോഗിക്കാം. കഴിയുന്നതും അധികം പുളിയില്ലാത്ത ഫ്രൂട്ട്സ് ഒക്കെ ഉപയോഗിക്കാൻ നോക്കുക. പൈനാപ്പിളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ ഷുഗർ സിറപ്പൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ തൽക്കാലം എൻ്റെ വീട്ടിൽ ഇവിടെ ആപ്പിൾ ഉണ്ട്, മാതളം, കുറച്ച് കിവി പഴമുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ഗ്രേപ്സ് ഇല്ല, അപ്പോൾ ഞാൻ അതിന് പകരമായിട്ട് ഇവിടെ കറുത്ത മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറുത്ത മുന്തിരിയും ഈ നട്ട്സൊക്കെ നമ്മൾ കൈയളവിനാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എല്ലാം ഓരോരോ ടേബിൾ സ്പൂണിൻ്റെ അളവിന് എടുത്തു വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ബദാം ചേർക്കുന്നുണ്ട്, കുറച്ച് കശുവണ്ടി. ഇനി നട്ട്സ് ഒന്നും ഇടാൻ താല്പര്യമില്ലെങ്കിൽ അതും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഫ്രൂട്ട് സാലഡ് കാണാൻ കുറച്ചും കൂടി കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇതെല്ലാം ചേർക്കുന്നത്. ഇത് ഇട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ തേനിന് പകരം സാധാരണ വീട്ടിലുള്ള പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്കായാലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതാ ഇപ്പോൾ ഞാൻ ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അല്പസമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് റാപ്പ് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ സാധാരണ അടപ്പുണ്ടെങ്കിൽ അത് വെച്ചാലും മതിയാവും. ഇനി ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഗോതമ്പ് നുറുക്ക് നന്നായിട്ട് ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സി ജാറിലേക്ക് ഈ ഗോതമ്പ് നുറുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാനിത് അരച്ചെടുക്കാൻ പോകുന്നത്. അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അഥവാ വെള്ളം വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം ഈ 1/4 കപ്പ് വെള്ളം എന്നുള്ളത് 1/2 കപ്പായാലും ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നോട്ടെ. അപ്പോൾ ഇത് ചൂടായി വരുമ്പോഴേക്കും ഇത് കുറുകാൻ തുടങ്ങും, അതായത് കുറച്ച് തിക്കാവാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ പേരിൽ ഇത് നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം. ഇനി അഥവാ നമ്മളിത് ഇളക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട കുത്തിപ്പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അഥവാ കട്ട കുത്തിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ സ്പാറ്റുല ഉണ്ടെങ്കിൽ നമുക്കത് ഉടച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതെ, ഒരു സെക്കൻഡ്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന ഒരു വീഡിയോ നിങ്ങൾക്കൊന്ന് ചേരും. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് നുറുക്കൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതാണ് ഇതിൻ്റെ പാകം. ഇനി അടുത്തായിട്ട് ഒരു പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ സേമിയ ഒന്ന് വറുത്തെടുക്കണം. ഇത് സാധാരണ റോസ്റ്റ് ചെയ്യാത്ത വെർമിസലി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സമയം എടുത്തിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ മുരിച്ചെടുക്കാൻ പോവാണ്. ഇനി അഥവാ നിങ്ങൾ യൂസ് ചെയ്യുന്ന റോസ്റ്റഡ് സേമിയ ആണെങ്കിൽ ഈ ഒരു സ്റ്റേജ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പകരം വെറുതെ നെയ്യിലിട്ടൊന്ന് ചൂടാക്കി മാത്രം എടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ സേമിയൊക്കെ പാകത്തിന് റോസ്റ്റാക്കി ഇട്ടിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ ഫുൾ ഫാറ്റ് മിൽക്കാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്തേക്ക് പാൽപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അഥവാ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ സാധാരണ പാക്കറ്റ് പാലാണെങ്കിൽ, അധികം ഫാറ്റ് ഇല്ലാത്ത പാലാണെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് 1/4 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതായത് ഈ 1/4 കപ്പ് പാൽപ്പൊടിൻ്റെ അളവ് പറയുന്നത് 500 ml പാലിൻ്റെ കണക്കിനാണ്. ഇനി ഈ സേമിയ പാലിനകത്ത് കിടന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. ഹൈ ഫ്ലെയിമിൽ തന്നെ കിടന്നോട്ടെ, പ്രശ്നമൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. വേണമെങ്കിൽ മീഡിയം ഫ്ലെയിമിലോട്ടൊക്കെ മാറ്റി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സേമിയ ഈ പാലിനകത്ത് കിടന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്.
പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ അകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അവസാനം ആകുമ്പോഴേക്കും മധുരം പോരാ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കും. ഇനി ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് ഇതിൻ്റെ കൂടെ ഒന്ന് യോജിച്ച് വരട്ടെ. അപ്പോൾ അതുവരെ ഇത് ആ ഒരു ഫ്ലെയിമിൽ തന്നെ കിടന്നോട്ടെ. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്കുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഗോതമ്പ് നുറുക്ക് ചേർക്കുമ്പോഴാണ് ഇത് കുറച്ചുകൂടി നല്ല തിക്കായിട്ട് വരുന്നത്. ഇനി ഇത്രയും തിക്നെസ് വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇവിടെ ഒരു സംശയം തോന്നേണ്ട കാര്യം, നമ്മൾ ആദ്യം ഗോതമ്പ് നുറുക്ക് ഒന്ന് കുറുക്കിയിട്ടാണല്ലോ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. പകരം വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഗോതമ്പ് നുറുക്ക് അരിച്ചിട്ട് ഇതിനകത്തേക്ക് ചേർക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഗോതമ്പ് നുറുക്കിൻ്റെ ഒരു കുത്തലുണ്ടോ, പിന്നെ പെട്ടെന്ന് ഈ ചൂടിലോട്ട് ചേർക്കുമ്പോൾ അത് കട്ട കുത്താനും ചാൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ പേരിലാണ് ഞാൻ കുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു വാനില ഫ്ലേവർഡ് കസ്റ്റർഡ് ആയതുകൊണ്ടാണ് ഞാൻ വാനില എസൻസ് ചേർക്കുന്നത്. ഇനി അടുത്തായിട്ട് കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ സാധാരണ പെർമിറ്റഡ് ഫുഡ് കളറാണ് ചേർക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വീട്ടിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണെങ്കിൽ മഞ്ഞപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ ചേർത്തെന്ന് വെച്ചിട്ട് മഞ്ഞപ്പൊടിൻ്റെ കുത്തലൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാനിവിടെ ഫോട്ടോഗ്രാഫിക്കൊക്കെ വേണ്ടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കളർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ കളറും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഇരുന്നുകൊണ്ട് ഒരു കുറുകലുണ്ടാവില്ല, അപ്പോൾ അതും കൂടി മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ ഇത് അടുപ്പിൽ നിന്ന് വാങ്ങേണ്ടത്. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഇതിൻ്റെ മധുരം ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ കുറവായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം. ഇനി അടുത്തായിട്ട് ഞാൻ കാണിക്കുന്ന 2 കാര്യങ്ങൾ ഓപ്ഷനിലാണ്. അതായത് എൻ്റെ കയ്യിൽ ഇവിടെ സ്ട്രോബെറി ക്രഷ് ഒന്നുമില്ല. അപ്പോൾ അതിന് പകരമായിട്ട് എൻ്റെ കയ്യിൽ ഇവിടെ ഫ്രൂട്ട് ജാം ഉണ്ട്, അതായത് മിക്സഡ് ഫ്രൂട്ട് ജാം. അതിലേക്ക് ലേശം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഞാൻ യോജിപ്പിച്ചെടുക്കുമ്പോഴേക്കും എനിക്ക് ഏകദേശം ഒരു ഫ്രൂട്ട് ക്രഷിന് ആ ഒരു പാകത്തിന് കിട്ടും. അപ്പോൾ അതാണ് ഞാനിവിടെ നമ്മുടെ ഫലൂഡയ്ക്കോ അല്ലെങ്കിൽ ഫ്രൂട്ട് സാലഡിന് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് ഓപ്ഷനാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മാത്രം മതി. ഇനി അടുത്തായിട്ട് ഒരു പാനിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും അടുത്തൊരു പിസ്ത സിറപ്പാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ ഒന്ന് ചൂടായിട്ട് അത് ഇതിൻ്റെ പാകം എങ്ങനെ മനസ്സിലാക്കുന്ന വെച്ചാൽ കയ്യിൽ എടുക്കുമ്പോഴേക്കും ഇത് ഒട്ടിപ്പിടിക്കുന്ന പാകം. അപ്പോൾ ആ ഒരു പാകം എത്തുന്നവരെ നമ്മളിത് ചൂടാക്കി കൊണ്ട് തന്നെ ഇരിക്കുക. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് പിസ്ത ഫ്ലേവേർഡ് സിറപ്പാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഞാനിവിടെ കുറച്ച് പിസ്ത ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ നോക്കിക്കോളൂ, ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഷുഗർ സിറപ്പ് പാകത്തിന് ഈ ഒരു ഒട്ടുന്ന പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഷുഗർ സിറപ്പ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന പിസ്തയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ഓപ്ഷനാട്ടോ, നമ്മൾ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാണാൻ കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു 2-3 ഡ്രോപ്പ് ഫുഡ് കളറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതായത് ഗ്രീൻ ഫുഡ് കളർ. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ ഇതോടെ നമ്മുടെ പിസ്തയുടെ സിറപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇപ്പോൾ ഞാനിതൊരു ചെറിയ ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കുന്നതുകൊണ്ടാണ് ലൈം ജ്യൂസ് ഒന്നും ചേർക്കാത്തത്. അല്ലെങ്കിൽ നമ്മൾ വലിയ ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഷുഗർ ക്രിസ്റ്റലൈസ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ കാര്യങ്ങളൊക്കെ അടുപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട് സലാഡിനുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സേമിയൻ്റെ കസ്റ്റർഡ് ഉണ്ടല്ലോ, അതും ഒരു ബൗളിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജാമിൻ്റെ ഒരു സിറപ്പ് ഉണ്ടല്ലോ, അതായത് ക്രഷ് പോലെ തയ്യാറാക്കി എടുത്തിരിക്കുന്ന അത് ഞാൻ ഗ്ലാസ്സിൽ ചുറ്റിനും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഓരോന്ന് ലെയറായിട്ട് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് ഉണ്ടല്ലോ, അതായത് സേമിയൻ്റെ കസ്റ്റേർഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ തന്നെ ഞാനിത് ലെയർ ചെയ്തെടുക്കുവാണ്. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഒന്നിച്ച് മിക്സ് ചെയ്തിട്ടായാലും ഒരു ബൗളിലിട്ട് സെർവ് ചെയ്യാവുന്നതാണ്.
ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം, അതായത് നമ്മൾ എപ്പോഴാണോ ഫ്രൂട്ട് സാലഡ് കഴിക്കുന്നത് ആ സമയത്ത് മാത്രം ഈ കസ്റ്റർഡും ഫ്രൂട്ട്സും കൂടി യോജിപ്പിച്ച് റെഡിയാക്കി വെക്കുക. അല്ലാതെ ഒരിക്കലും ഫ്രൂട്ട്സും കസ്റ്റർഡും കൂടി യോജിപ്പിച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെക്കരുത്. എങ്കിൽ പിന്നെ ഈ ഫ്രൂട്ട്സിലുള്ള വെള്ളമെല്ലാം ഈ കസ്റ്റർഡിലോട്ട് ഇറങ്ങി ആകെ ഇത് ലൂസായിപ്പോൾ. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ സെറ്റ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിക്ക് തന്നെ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ വീട്ടിൽ എന്തായാലും ഗോതമ്പ് നുറുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് പാലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിച്ചത്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയായിരിക്കും. ട്രൈ ചെയ്തതിന് ശേഷം എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായാൽ ഇത് ഫ്രണ്ട്സും ഫാമിലിയായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന ഒരു വീഡിയോ നിങ്ങൾക്കൊന്ന് ചേരും. അപ്പോൾ ഇനി ഞാൻ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.